അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രജഡീസ്, അതായത് മുൻവിധി വെച്ച് നമ്മൾ സംസാരിക്കുകയോ മുൻവിധിയുടെ കോണ്ടാക്സിൽ നമ്മൾ ജഡ്ജ്മെൻറ്റ് നടത്തുകയോ ചെയ്യരുത്. ഞാനൊരു സിനാരിയോ പറയാം. ഫോർ എക്സാമ്പിൾ, 3 ക്യാരക്ടർ. അതിലൊന്ന് വക്രബുദ്ധികളായ രാഷ്ട്രീയക്കാരുമായി സമ്പർക്കം പുലർത്തുന്ന, ജ്യോത്സ്യന്മാരുമായി നിരന്തരം ചർച്ച നടത്തുന്ന 2 കാമുകിമാരുള്ള, എല്ലാ ദിവസങ്ങളിലും പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യാറുള്ള ഒരു ക്യാരക്ടർ. രണ്ടാമത്തെ ക്യാരക്ടർ രാത്രി നന്നായി മദ്യപിച്ച് ഉച്ചവരെ കിടന്നുറങ്ങുന്ന, പഠിക്കുന്ന കാലത്ത് ഡ്രഗ്സിൻ്റെയും മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെയും പേരിലൊക്കെ പിടിക്കപ്പെട്ട, പലപ്പോഴും ഉദ്യോഗ സ്ഥാനങ്ങളിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരാൾ. മൂന്നാമത്തെ ക്യാരക്ടർ വല്ലപ്പോഴും മദ്യപിക്കാറുള്ളൂ, ഭാര്യയെ ഒരിക്കലും ചതിച്ചിട്ടില്ല, ഒരുപാട് മെഡലുകൾ സ്വന്തമാക്കിയ ആളാണ്, ധീരയോദ്ധാവാണ്. എന്നാൽ ഈ സിനാരിയോയിലെ ഒന്നാമത്തെ ക്യാരക്ടർ ആരാന്നറിയോ? അമേരിക്കയുടെ 32ാമത്തെ പ്രധാനമന്ത്രിയായ, 4 തവണ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ച, UNO എന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് നാമകരണം ചെയ്ത ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റാണ്. ഇതിൽ രണ്ടാമത്തെ ക്യാരക്ടർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ട, സാഹിത്യ നൊബേൽ സമ്മാനം സ്വന്തമാക്കിയ ഏക പ്രധാനമന്ത്രി എന്ന പ്രസിദ്ധിയാർജിച്ച സർ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന നേതാവാണ്. നമ്മളൊക്കെ ഇന്നസെൻ്റ് പേഴ്സൺ എന്ന് വിചാരിച്ച മൂന്നാമത്തെ ക്യാരക്ടർ ആരാന്നറിയോ? പരിചയപ്പെടുത്തലുകൾക്ക് ആവശ്യമില്ലാത്ത വിധം കുപ്രസിദ്ധനായ സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ എന്ന പരാക്രമിയാണ്. നമ്മുടെ മുൻവിധിയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ 3 ക്യാരക്ടറും, അല്ലേ? ഇനി വളരെ സിമ്പിളായ ഒരു ഉദാഹരണം കൂടെ കൂട്ടിച്ചേർക്കാം. നമ്മുടെ നാട്ടിലെ 2 മരണങ്ങൾ സംഭവിക്കുകയാണ്. ഒന്ന് പള്ളിയിൽ വെച്ച്, മറ്റൊന്ന് പബ്ബിൽ വെച്ച്. സ്വാഭാവികമായിട്ടും നല്ല മരണം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക പള്ളിയിലെ മരണമാണ്. ചീത്ത മരണം എന്ന് നമ്മൾ പറയുക പബ്ബിലെ മരണവുമാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ അങ്ങനെയാണെങ്കിലും പരോക്ഷത്തിൽ മറ്റൊന്നാണ്. അതായത് പള്ളിയിൽ വെച്ച് മരണപ്പെട്ടയാൾ യഥാർത്ഥത്തിൽ പള്ളിയുടെ ധർമ്മപ്പെട്ടി മോഷ്ടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഷോക്കേറ്റ് മരണപ്പെട്ടതാണ്. രണ്ടാമത്തെയാൾ തൻ്റെ കൂട്ടുകാർ പബ്ബിൽ മദ്യപിക്കുന്നു എന്നറിഞ്ഞ് അവരെ ഉപദേശിക്കാൻ വേണ്ടി ചെന്നതാണ്. അതിലൊരു കൂട്ടുകാരൻ്റെ അഗാധമായ പ്രഹരത്തിൽ മരണപ്പെട്ടു പോവുകയായിരുന്നു. ഈ സിനാരിയോയിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ വിചാരിച്ചതല്ല പരോക്ഷത്തിൽ നടന്നതൊന്നും. അതുകൊണ്ട് നമ്മളൊരിക്കലും പ്രജഡീസ്, മുൻവിധി എന്ന മാപ്പിനെ ഉപയോഗിച്ച് ഒരാളെയും അസസ് ചെയ്യരുത്.